നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ ഇനി 9 ദിവസം കൂടി ബാക്കിയുണ്ട്. അഭിപ്രായ സർവേകൾ പൊടിപൊടിക്കുന്നുണ്ട്. ഓരോ ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും അവരവരുടേതായിട്ടുള്ള കണ്ടെത്തലുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് വൺ ബൈ വൺ ആയിട്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഡാറ്റ കളക്ഷനും അനാലിസിസുമായും മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം നിലവിൽ ട്രെൻഡ് ആർക്കനുകൂലം, വെല്ലുവിളി ആർക്ക് മുന്നിലാണ് അധികമായി നിലനിൽക്കുന്നത് എന്ന്. ചർച്ചയിൽ പങ്കെടുക്കുവാൻ ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഒപ്പം കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി. ഇരുവർക്കും സ്വാഗതം വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക്. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, നിലവിലെ ട്രെൻഡ് ആർക്ക് അനുകൂലം? കാരണം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം രംഗം കൊഴുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ട്രെൻഡ് മാറി മറിഞ്ഞതായി ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇനി 9 ദിവസമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. വരുന്ന അഭിപ്രായ സർവേകളെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം? എങ്ങനെയാണ് കാണുന്നത്? അല്ല, അഭിപ്രായ സർവേകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് ഫ്രാൻസിലും ജർമ്മനിയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ വളരെ കൃത്യമായിട്ട് അവർ പ്രഡിക്റ്റ് ചെയ്യും. അവിടെ ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ടല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ രാജ്യം വളരെ വലുതായതുകൊണ്ട് ജനാധിപത്യം ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. 7 ഘട്ടങ്ങളായിട്ട് നടക്കുന്നു. 9 ഘട്ടമായിട്ട് വരെ നടന്ന തിരഞ്ഞെടുപ്പുകളുണ്ടായിട്ട്. അപ്പോൾ 7 ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. തിരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് ട്രെൻഡായിരിക്കില്ല തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ. ഞാൻ പറഞ്ഞ ഓൾ ഇന്ത്യ ട്രെൻഡാണ്. സംസ്ഥാനങ്ങളിൽ പോലും പല സംസ്ഥാനങ്ങളിലും പല ട്രെൻഡുകളുണ്ട്. പല ഘട്ടത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ 7 ഘട്ടത്തിലും തിരഞ്ഞെടുപ്പുണ്ട്. ജമ്മു കാശ്മീരിൽ 6 മണ്ഡലങ്ങളും 6 മണ്ഡലങ്ങളും 6 ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു മണ്ഡലത്തിലാണ് തിരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ പല ഘട്ടങ്ങളാണ്. ഉത്തർപ്രദേശിൽ പല ഘട്ടങ്ങളാണ്. അങ്ങനെ പല സ്ഥലത്തും പല രീതിയിൽ. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുള്ള ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഈ പ്രചരണം കൊണ്ടും പോസ്റ്ററുകളുടെ ഫ്ലെക്സുകളുടെയൊക്കെ ആധിക്യം കൊണ്ടും ഒരു സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണ പൊതുവേ ജനങ്ങളുടെ ഇടയിലുണ്ടാവും. അതിലപ്പുറത്തേക്ക് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയൊരു ട്രെൻഡ് മാറില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്ന സമയത്ത് തന്നെ വോട്ടർമാരുടെ മനസ്സിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി, ഒരു പാർട്ടി ഉണ്ടാവും. ആ പാർട്ടിക്കാണ് വോട്ട് കിട്ടുക. പിന്നെ ഒരു ഓൾ കേരള ട്രെൻഡും ഒരു അഖിലേന്ത്യാ ട്രെൻഡും ഉണ്ടാവും. അഖിലേന്ത്യാ ട്രെൻഡ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആ രീതിയിൽ ഉണ്ടാവില്ല. അഖിലേന്ത്യാ ട്രെൻഡ് BJPക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് സാറേ. പക്ഷേ ഈ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ കഴിയുകയും പ്രചരണമൊക്കെ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും പാനൂർ അതുകൊണ്ട് ബോംബ് സ്ഫോടനം ഉണ്ട്, കരുവന്നൂർ കേസിൽ EDയുടെ നടപടികളുണ്ട്, എക്സാലോജിക് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അങ്ങനെ സ്വാധീനിക്കത്തില്ല? അല്ല, അതെല്ലാം സ്വാധീനിക്കും. അത് സ്വാധീനിച്ചിട്ടുണ്ട്, സ്വാധീനിക്കുന്നില്ലെന്നല്ല പറഞ്ഞു. പക്ഷേ അതെല്ലാം നേരത്തെ ഉള്ള ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രെൻഡാണ്, വിപരീതമായിട്ടുള്ള ട്രെൻഡല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ UDFന് അനുകൂലമായ കേരളത്തിൽ അഖിലേന്ത്യാ ട്രെൻഡ് BJPക്ക് അനുകൂലമാണ്. പക്ഷേ കേരളത്തിലെ ട്രെൻഡ് UDFന് പൊതുവെ അനുകൂലമായ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥികൾ വരികയും ചെയ്യുന്നത്. UDFനെ സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ആകെ ഒരു മാറ്റമുള്ളത് മുരളീധരനെ തൃശ്ശൂർക്ക് മാറ്റിയത്, ഷാഫിയെ വടകരയിൽ ഫീൽഡ് ചെയ്ത് മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും ഏറെക്കുറെ പഴയ ആൾക്കാർ തന്നെയാണ്. പിന്നെ ആലപ്പുഴയിൽ വേണുഗോപാൽ തിരിച്ചു വന്നു. അപ്പോൾ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ ഇന്ന ആൾക്കാരാണെന്ന് അറിയാം, പ്രഖ്യാപിക്കാൻ താമസിച്ചു എന്നുള്ളൂ. രണ്ടാമത് ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് ഈ നവകേരള സദസ്സ് കൊണ്ടുണ്ടാക്കിയ നവകേരള സദസ്സ് കൊണ്ട് LDF തന്നെ UDFന് അനുകൂലമാക്കി ഉണ്ടാക്കിയ ഒരു ട്രെൻഡാണ്. അത് സത്യത്തിൽ UDFന് അനുകൂലമായ ട്രെൻഡല്ല, LDFന് എതിരായ ട്രെൻഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതാണ്. LDFന് എതിരായ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ശക്തമായി നേരത്തെ തന്നെ ഉണ്ട്. നേരത്തെ ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ തന്നെ നല്ല ട്രെൻഡുണ്ട്. അതായത് ഈ ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത സമയത്ത് ഇത്ര വലിയൊരു കെട്ടുകാഴ്ച നടത്തുന്നു. ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഈ മന്ത്രിമാർ ഉല്ലാസയാത്ര നടത്തുന്നു. 140 മണ്ഡലത്തിലും പോയി ഇവരുടെ ഭരണപരിഷ്കാരങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതാണ് പ്രശ്നം. അതുകൂടാതെ DYFIക്കാർ നടത്തിയ വമ്പിച്ച ജീവൻ രക്ഷാപ്രവർത്തനം അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ സംഗതി ഇത്തരത്തിലൊരു കെട്ടുകാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഗുണം ചെയ്യുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പാർട്ടികളും ഇങ്ങനത്തെ കെട്ടുകാഴ്ചകൾ നടത്താറുണ്ട്. പ്രതിപക്ഷ പാർട്ടി നടത്താറുണ്ട്, ഭരണപക്ഷ. അത് ആരും ശ്രദ്ധിക്കില്ല. അത് പാർട്ടി ഖജനാവിന്ന് പൈസ എടുത്തിട്ട് ചിലവാകും. പൊതു ഖജനാവിന്ന് പൈസ എടുത്ത് മന്ത്രിമാർ നടത്തുന്നതാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്താം. രണ്ടാണ് സർവേയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു സർവേയിലേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു ട്രെൻഡ് നേരത്തെ തന്നെ അവിടെ ഉണ്ട്. ആ ട്രെൻഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ ദുരൂഹമരണം. അത് രാജൻ കേസ് പോലെ ആ വിഷയം. പിന്നെ കരുവന്നൂരിൻ്റെ പുനരവതാരം, എക്സാലോജിക്, മാസപ്പടി, ഇതെല്ലാം അഗ്രവേറ്റ് ചെയ്യുന്ന വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പാനൂരിലെ ബോംബ് സ്ഫോടനം നേരത്തെ തന്നെ അക്രമ രാഷ്ട്രീയമാണ് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കഴിഞ്ഞ തവണ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകങ്ങളായിരുന്നു. ഇത്തവണ റിയാസ് മൗലവിയുടെ കേസിൽ പ്രതികളെ വെറുതെ വിട്ടതാണ്. വെറുതെ വിട്ട് കൊലപാതകം പണ്ട് നടന്നതാണ്. എങ്കിൽ പോലും അത് വെറുതെ വിടുമ്പോൾ ആ ഒരു
മുറിവ് വീണ്ടും ഉണങ്ങാത്ത മുറിവ് വീണ്ടും തുറക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകങ്ങളും മീതയ്ക്ക് മീതെ LDF എതിരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മുതലെടുപ്പ് നടത്താൻ പറ്റിയൊരു അവസ്ഥയിലേക്ക് BJP എത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു പക്ഷേ തൃശ്ശൂർ ഒഴിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് പറയാം, അതൊഴിച്ച് വേറൊരു സ്ഥലത്തും ഇത് ആ രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് BJP കേരളത്തിൽ ശക്തമായിട്ടില്ല. ഞാൻ ഈ വരുന്നത് നമ്മുടെ സർവേയിലൊക്കെ ബ്രിട്ടനിലോ അമേരിക്കയിലൊക്കെ നടക്കുന്ന സർവേകൾ പോലും തെറ്റിപ്പോയിട്ടും ജോൺ മേജർ രണ്ടാമത് ജയിച്ച തെരഞ്ഞെടുപ്പിൽ എല്ലാ സർവേക്കാരും പറഞ്ഞത് നമ്മുടെ ലേബർ പാർട്ടി ജയിക്കുന്നതാണ്. പക്ഷേ വോട്ടിന് കഴിഞ്ഞപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി തന്നെ ജയിച്ചു. അത് ഒരു സാധാരണയ്ക്ക് വ്യത്യസ്തം. അതുപോലെ നമ്മുടെ 8 കൊല്ലം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഹിലരി ക്ലിൻ്റൺ ജയിക്കുമെന്നാണ് സർവേക്കാരെല്ലാവരും പറഞ്ഞത്, എല്ലാ സർവേക്കാരും പറഞ്ഞു. പക്ഷേ വോട്ടിന് കഴിഞ്ഞപ്പോൾ ട്രംപാണ് ജയിച്ചു എന്ന് പറഞ്ഞ പോലെയുള്ള മാറ്റങ്ങൾ വരും. പക്ഷേ നമ്മുടെ നാട്ടിലെ സർവേ സത്യത്തിൽ അങ്ങനെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സർവേ അല്ല. ഇപ്പോൾ നമുക്ക് തന്നെ റോഡിൽ കൂടെ ഇറങ്ങിടക്കുമ്പോൾ ഒരു ട്രെൻഡ് കിട്ടുമല്ലോ. സാധാരണ അല്പം ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചാൽ ഒരു ട്രെൻഡ് കിട്ടും. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്താൽ എങ്ങനെയാണ് ലോകത്ത് എവിടെ സർവേ നടത്തുന്നത് പോലെയല്ല മലയാളിയുടെ ഇടയിൽ സർവേ തെക്കോട്ടാണ് പോകുന്നതെങ്കിൽ ചോദിച്ചാൽ പറയും. സർവേക്കാരൻ ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ. പക്ഷേ ബസ്സിൽ ആളുകൾ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ വേണ്ട ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിന് മുമ്പ് അയാൾ കൂടെ നടന്നാൽ മതി. ഈ സ്ഥാനാർത്ഥിക്ക് ആൾക്കാർ ഷെയ്ക്കാൻഡ് കൊടുക്കണം ശ്രദ്ധിക്കുക. അതിൽ അവൻ്റെ മനസ്സുണ്ട്. ചില ആൾക്കാർ മനസ്സില്ല മനസ്സോടെ ഷെയ്ക്കാൻഡ് കൊടുക്കും, ചില ആൾക്കാർ മുറുക്കി പിടിക്കും. നമ്മൾ കൂടെ നടന്നാൽ മനസ്സിലാവും. ഒരു 10 ആൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ ട്രെൻഡ് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇത് അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കേരളത്തിൽ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ഒരു സർവേ നടത്താതെ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന മണ്ഡലങ്ങളുണ്ട്. വയനാട് മണ്ഡലം ഇല്ലേ, ഒരു പ്രൊഡിക്ഷൻ വേണ്ട, ആര് ജയിക്കും? മലപ്പുറം, ഒരു വലിയ പരിധിവരെ പൊന്നാനി, അല്ലെങ്കിൽ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, അതൊക്കെ UDF കോട്ടകളാണ്. അവരെ ജയിക്കുള്ളൂ. അവരുടെ സ്ഥാനാർത്ഥി ഈ X ആയാലും Y ആയാലും Z ആയാലും അവർ ജയിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ LDF കോട്ടകളുണ്ട്. അവിടെ LDF ആ രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. കാസർഗോഡ് ഈ പറഞ്ഞ കോട്ടകളിൽ ഇത്തവണ എന്താണ് സംഭവിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇത്തവണത്തെ ഏക ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. LDF വലിയ രാഷ്ട്രീയ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും? ഇത്തവണത്തെ LDF കിട്ടുന്ന വോട്ടിംഗ് ശതമാനം എത്രയാണോ അതാണ് കേരളത്തിൽ പക്ക കമ്മ്യൂണിസ്റ്റ് വോട്ടെന്ന് പറയുന്നത്. കാരണം നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പല കാരണങ്ങൾ കൊണ്ട്, ഒരു പക്ഷേ LDF വിരുദ്ധമായ ഒരു ചിന്താഗതി പല കാരണങ്ങളുണ്ട്. അപ്പൊ എന്നിട്ട് പോൾ ചെയ്യപ്പെടുന്ന വോട്ട് എന്നാണ് മരിച്ചാലും മാറില്ല എന്ന്. അല്ല, ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് മണ്ഡലം, വടകരയും കോഴിക്കോടുമാണ് ഏറ്റവും അധികം LDF കേരള മണ്ഡലം. വടകരയിൽ വലിയ മത്സരം നടക്കണം. അത് രണ്ടാമത് വേറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. വടകര ഒരു പക്ഷേ ശൈലജ ടീച്ചർ ജയിക്കാനും മതി, ജയിച്ചോളുന്നില്ല. അതുപോലെ കാസർഗോഡ് ഉണ്ണിത്താൻ അവിടെ ഏതാണ്ട് സെറ്റിൽ ചെയ്തു എന്നാണ് ഇപ്പോൾ എല്ലാ അഭിപ്രായ സർവേക്കാർ സൂചിപ്പിക്കുന്നത്. മനോരമ മാത്രമല്ല എല്ലാവരും സൂചിപ്പിക്കും. കോഴിക്കോട് അതുപോലെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു MK രാഘവൻ. ഇപ്പോൾ ഇളമര കരിമല്ല ആര് വന്ന് മത്സരിച്ചാലും രാഘവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഇപ്പോൾ ഇതിനകം തന്നെ ട്രെൻഡായി. അതുപോലെ ഉള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ മാർജിനലായിട്ടുള്ള മണ്ഡലങ്ങളല്ല. ഇപ്പോൾ തൃശ്ശൂരോ അല്ലെങ്കിൽ മാവേലിക്കരയൊക്കെ മാർജിനിലാണ്, അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. ഈ ഒരു നല്ല ഏറ്റം വരുന്നതനുസരിച്ച് മാറുന്ന മണ്ഡലങ്ങൾ. നേരെ മറിച്ച് മാറാത്ത മണ്ഡലങ്ങൾ LDF നല്ല ശക്തി കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ഉദാഹരണത്തിന് നോക്കുക. കൊല്ലം ഒരു ഇടതുപക്ഷ കോട്ടയാണ്. CPM, CPI, RSP. അവിടെ പ്രേമേന്ദ്രൻ കൺസോൾട്ടേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട മണ്ഡലം എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ആര് ജയിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയം ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലാകണം. കാരണം ഇനിയിപ്പോൾ തീരുമാനിക്കാനുള്ളൊരു വിഷയം, ചർച്ച ചെയ്യാനുള്ളൊരു മണ്ഡലം ആറ്റിങ്ങലാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ്. ഇടതുപക്ഷം വളരെ ശക്തമായ സ്ഥലമാണ്. അവിടെ ആര് ജയിക്കും? പിന്നെ വടകരയാണ്. വടകര ഏറ്റവും അധികം കമ്മ്യൂണിസ്റ്റുകാരിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്. വടകരയിൽ ആര് ജയിക്കും? അതുപോലെ ചില മണ്ഡലങ്ങൾ, കണ്ണൂർ ശരിക്കും അങ്ങനെ കോട്ടയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാവുന്നതാണ്. പക്ഷേ നല്ല സ്ഥാനാർത്ഥി വരുന്നതനുസരിച്ച് വ്യത്യാസം വരും. സുധാകരൻ ജയിച്ചിട്ടുണ്ട്, സുധാകരൻ തോറ്റിട്ടുണ്ട്. സുധാകരൻ വീണ്ടും മത്സരിക്കണം. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത്ര തന്നെ ഫലപ്രദമല്ല എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്. ഇതാണ് പ്രശ്നം. സുധാകരന് ഏതെങ്കിലും തരത്തിൽ ചില അഭിപ്രായ സർവേകളിൽ ബലാബലമാണെന്ന് പറയുന്നു. അല്ല, ശരിക്കും ബലാബലം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. അത് രാഷ്ട്രീയമായിട്ടും അങ്ങനെയാണ്, സ്ഥാനാർത്ഥി വയസ്സും അങ്ങനെ തന്നെയാണ്. ശരിക്കും വലിയൊരു മത്സരം നടക്കുന്ന മണ്ഡലം കണ്ണൂരാണ്. കാരണം വെച്ചാൽ കണ്ണൂരിൻ്റെ ഇരിക്കൂർ കണ്ണൂർ എന്ന് പറഞ്ഞാൽ, അല്ല ഇടിക്കൂർ, അതുപോലെ പേരാവൂർ കുടിയേറ്റ മേഖലകളാണ്. അവരൊക്കെ കോൺഗ്രസ്സുകാരാണ്. പിന്നെ കണ്ണൂർ സിറ്റി, അത് മുസ്ലിം മേധാവിത്വമുള്ള ലീഗിന് പ്രാമുഖ്യമുള്ള മണ്ഡലം. അഴീക്കോട് ഏറെക്കുറെ ബലാബലമാണ്. പിന്നെ മട്ടന്നൂർ പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. ധർമ്മടമുണ്ട്. അവിടെ എത്ര CPM ലീഡ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളിടത്താണ് സുധാകരൻ്റെ വിജയസാധ്യത നിൽക്കുന്നത്.
അവിടെ സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? കോൺഗ്രസ്സിലുള്ള അഭിപ്രായ വ്യത്യാസം കേരളത്തിൽ ഒരു സ്ഥലത്തും UDF സ്ഥാനാർത്ഥികളെ ബാധിക്കില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ കതറിട്ട് ഇറക്കുന്ന ആളുകൾ അവരാണ് നമ്മൾ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞത്. അവർ മിക്കവാറും 90 അല്ലെങ്കിൽ 95% പേരും അതാത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് എതിരെ വോട്ട് ചെയ്യുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ തെരഞ്ഞെടുപ്പിലും സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കതറിട്ട് ഇറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊരിക്കലും ഒരു കാരണവശാലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. ആരെ എതിർ സ്ഥാനിച്ചാൽ അയാൾക്ക് വോട്ട് ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള എല്ലാ കതറന്മാരുടെയും വോട്ട് BJPക്കാർ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖറിന് കിട്ടും. ഞാനിത് തമാശയായിട്ട് പറഞ്ഞതല്ല, അവരൊക്കെ തന്നെ തരൂരിൻ്റെ എതിരാണ്. അത് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കണക്കാക്കേണ്ട നമ്മൾ നേരത്തെ ചില മണ്ഡലങ്ങളിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നോക്കിയാൽ മതി. കോഴിക്കോട്ടുള്ള മിക്കവാറും എല്ലാ കോൺഗ്രസ്സുകാരും MK രാഘവൻ്റെ പരാജയവും പതനം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പുള്ളി വിജയിക്കും. കാരണം ഇവരെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരുപക്ഷെ ഇങ്ങനെ ഈ കോൺഗ്രസ്സുകാരെ ഏറ്റവും അധികം BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം. അത് BJPയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഈ സ്വന്തം സ്ഥാനാർത്ഥി തോറ്റു കാണുന്നുള്ള ഉത്കടമായ അഭിനിവേശം കൊണ്ടാണ്. തരൂർ ആദ്യത്തെ തവണ മത്സരിച്ചപ്പോൾ മുതൽ അന്ന് മുതലെതിരാണ്. അപ്പൊ ഇപ്പൊ തിരുവനന്തപുരത്തെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അഭിപ്രായ സർവേകളിൽ തരൂരിന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ പൊതുവില് നമ്മൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രെൻഡിനെ നമുക്ക് അല്ലെങ്കിൽ ഈ അഭിപ്രായ സർവേയെ വിശ്വസിക്കാൻ സാധിക്കുമോ? തിരുവനന്തപുരത്തെ അഭിപ്രായ സർവേയെ നമുക്ക് ഒരു പരിധി വരെ വിശ്വസിക്കാം. എങ്ങനെയെന്നറിയോ, UDF ജയിക്കുമെന്ന് ഇവർ ഉറപ്പിച്ച് പറയുന്ന മണ്ഡലങ്ങൾ ഏറെക്കുറെ എല്ലാം ഒന്ന് തന്നെയാണ്. വലിയ വ്യത്യാസം പറയുന്ന മണ്ഡലങ്ങൾ, ഉദാഹരണത്തിന് കാസർഗോഡ് ഉണ്ണിത്താൻ സെറ്റിൽ ചെയ്തു, കൺസോൾഡേറ്റ് ചെയ്തു. പിന്നെ വയനാട് നേരത്തെ തന്നെ കോൺഗ്രസ്സാണ്. കോഴിക്കോട് രാഘവൻ കൺസോൾഡേറ്റ് ചെയ്തു, അതും ഇനി വലിയ തർക്കത്തിന് ഇടയില്ല. മലപ്പുറവും പൊന്നാനിയും പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തർക്കത്തിലുള്ള 2 മണ്ഡലങ്ങൾ, ഒന്ന് ആലത്തൂരും പാലക്കാടുമാണ്, 2 മണ്ഡലങ്ങൾ. പിന്നെ ഒന്ന് കണ്ണൂരാണ്. പിന്നെ ഇങ്ങോട്ട് പോന്നാൽ തൃശ്ശൂർ വലിയ മത്സരം, ത്രികോണ മത്സരം, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരമാണ്. ചാലക്കുടിയിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു ബുദ്ധിമുട്ട് 2020 ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ അതും കോൺഗ്രസ് മണ്ഡലമാണ്. എറണാകുളത്ത് യാതൊരു തർക്കത്തിനും അവകാശമില്ല. 7 മണിക്ക് 8 മണിക്ക് വോട്ടെണ്ണ തുടങ്ങി 7:45 തന്നെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ആലപ്പുഴയിൽ വേണുഗോപാൽ കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇടുക്കിയെക്കുറിച്ച് തർക്കത്തിന് ആവശ്യമില്ല, അവിടെ തർക്കമേ ഇല്ല. ആലപ്പുഴയിൽ വേണുഗോപാൽ കൺസോൾഡേറ്റ് ചെയ്തു. പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. വേണുഗോപാൽ MK രാഘവൻ്റെ ഒക്കെ കാറ്റഗറിപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. വളരെ ശക്തനാണ്. വളരെ കുറച്ച് സമയം മതി അദ്ദേഹത്തിന്. വളരെ ചെറിയ സമയം. അല്ല, പുള്ളി നേരത്തെ തൊട്ട് സ്പീഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. സ്പീഡ് വർക്ക് ആദ്യമേ ഉണ്ട്. പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴേ അവതരിച്ചു എന്നുള്ളൂ. പുള്ളിയുടെ സാന്നിധ്യം അവിടെ നേരത്തെ തൊട്ട്. അല്ല, അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പുള്ളി മണ്ഡലത്തിലില്ല. അതിന് വേണ്ട ആളുകളൊക്കെ പുള്ളി അവിടെ നേരത്തെ ഏർപ്പാടാക്കി വെച്ചത്. രാഹുൽ തിരക്കത്തിന്റെ ഇടയിൽ LDF കച്ചത്തുരുമ്പായിട്ട് പിടിച്ചു. വേണു ഇല്ലാത്തതുകൊണ്ടാണ്. വേണുമില്ലായിരുന്നു. അപ്പൊ ഇത് ആലപ്പുഴയും ഇല്ലെങ്കിൽ ഇനി ഷാനിമോൾ ജയിക്കരുതെന്ന് നിർബന്ധമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ വേണു ഉണ്ടായി കാണും. കാരണം പുള്ളി താൽക്കാലികമായിട്ടാണല്ലോ ഇപ്പൊ കൊല്ലത്ത് പ്രേമേന്ദ്രൻ സെറ്റിൽ ചെയ്തു. അല്ല, ആലപ്പുഴയിൽ വലിയ മത്സരമുണ്ട്. അത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കുന്ന മത്സരം. അല്ല, എങ്കിൽ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അല്ലെങ്കിൽ LDF ജയിക്കും എന്ന് ഉറപ്പ് പറയുന്നത് ഈ നമ്മുടെ അഭിപ്രായ സർവേക്കാർ UDFന് ഉറപ്പ് പറയുന്ന എല്ലാ മണ്ഡലങ്ങളും UDF തന്നെ ജയിക്കും. കൊല്ലമടക്കം, കോഴിക്കോടും കാസർഗോഡും അടക്കം അത് UDF ജയിക്കുകയുള്ളൂ, അതിൽ തർക്കമില്ല. മറിച്ച് ബലാബലം എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. മനോരമ ബലാബലം എന്ന് പറയും. മറ്റ് ചാനലുകൾ LDF ജയിക്കും എന്ന് പറയുന്ന ആ മണ്ഡലങ്ങളിലാണ് ശരിക്കുള്ള മത്സരം നടക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ മണ്ഡലം, ആലത്തൂർ മണ്ഡലം, അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം, അതുപോലെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലം, ഒരു പരിധി വരെ മാവേലിക്കര മണ്ഡലം. പിന്നെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത 2 മണ്ഡലങ്ങൾ, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂരാണ്. അത് BJPയുടെ സവിശേഷമായ സാന്നിധ്യം, സ്ഥാനാർത്ഥികളുടെ ശക്തി, പണം. അല്ല, സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു. ആറ്റിങ്ങലിന്റെ കാര്യം സാർ എന്താ പറഞ്ഞു? അത് ആറ്റിങ്ങൽ ഈ പറഞ്ഞ പോലെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അത് പല ചാനലുകാരും ചിലർ LDF ജയിക്കുന്നു പറയുന്നു, ചിലർ വലിയ മത്സരം. സ്ഥാനാർത്ഥികളെ പിന്നെ നോക്കിയാൽ ഇതിൽ ആര് തോറ്റാലും അവർക്ക് പല തരത്തിലുള്ള രാഷ്ട്രീയ ക്ഷീണം വരുത്തുന്ന ആൾക്കാരാണ് ആറ്റിങ്ങൽ മത്സരം. അതെ, ആറ്റിങ്ങൽ ഒരാൾ കേന്ദ്രമന്ത്രിയാണ്. അതെ. മറ്റേയാൾ പിന്നെ MLA ആണ്, സെക്രട്ടറി, പാർട്ടി ജില്ലാ സെക്രട്ടറിയുമാണ്. കോൺഗ്രസിനോടുള്ള ഏറ്റവും ശക്തനായ ആളാണ് അടൂർ പ്രകാശ്. അതെ, എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ആളാണ്. ഇപ്പൊ മുരളീധരനെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഇതിൽ എന്ത് വ്യത്യാസമാണ് വരുന്നത്? കുറഞ്ഞാലും മുരളിക്ക് ക്ഷീണമാണ്, വലിയ ക്ഷീണം. പാർട്ടിക്ക് അകത്തുള്ള ക്ഷീണമാണ്, പുറത്തുള്ള ക്ഷീണം വേറെ.
നമ്മൾ പ്രചരണ രംഗം പരിശോധിക്കുമ്പോൾ എല്ലായിടത്തും ചുവന്ന കൊടിയാണ്. വളരെ ശക്തമായ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമം വി ജോയ് തുടക്കം മുതൽ തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു ട്രെൻഡായി മാറുമോ? അത് ട്രെൻഡായി മാറില്ല. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പറ്റില്ല. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണുക, കുടുംബയോഗങ്ങളിൽ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. വലിയൊരു സാമ്രാജ്യമാണല്ലോ. ഒരു ജില്ലയുടെ പകുതിയാണ്, തിരുവനന്തപുരം ജില്ലയുടെ നേർ പകുതിയാണ്. 7 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം LDFിൻ്റെ മണ്ഡലങ്ങളാണ് മിക്കവാറും, അല്ലേ? പക്ഷേ എന്നാൽ പോലും അവിടെയൊക്കെ പിടിച്ച് കയറുക എളുപ്പമല്ല. പിന്നെ ജനങ്ങൾക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ ഉള്ള പോലെ വലിയൊരു ആവേശം ഉണ്ടാവില്ല. അതൊരു ഘടകമാണ്. പിന്നെ പ്രകാശ് ചെറിയ ആളൊന്നുമല്ല. അയാൾക്ക് ത്രിവർണ്ണ പതാക പാറിക്കേണ്ട കാര്യമില്ല, പോസ്റ്റർ അടിക്കേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് വേറെ പല വിധത്തിലുള്ള മറ്റ് വിധത്തിലുള്ള ആഭിചാരക്രിയകൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ പോസ്റ്ററിലും ബാനറിലും അല്ല കാര്യം. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം CPMകാരുള്ള മണ്ഡലമാണ് കോന്നി. അച്യുതാനന്ദൻ മത്സരിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലമാണ്. അവിടെ എത്ര തവണ ഇയാൾ ജയിച്ചു, ഇയാൾ മാറിയപ്പോൾ ആ സീറ്റ് പോയി. മനസ്സിലായി? അതെ അതെ അതെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അടൂർ പ്രകാശിനെ നമുക്ക് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥ വോട്ടെണ്ണി തീർന്നവരെ വി ജോയി ജയിച്ചു എന്ന് പറയാനും പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ തന്നെ, വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. വി ജോയി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും. മുരളീധരൻ്റെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് കൂടി ആർക്ക് ക്ഷീണം ചെയ്യുന്നുള്ള പ്രശ്നമുണ്ട്. അതെ അതെ. പക്ഷേ സ്റ്റിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലം നമുക്ക് ഒരിക്കലും അവസാനം വരെയും ഇന്നാൾ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ ഈ കോസ്റ്റൽ വോട്ട് അത് മാറി മറിയാൻ സാധ്യതയുണ്ട്. അതടക്കം പലതും മാറി മറിയാൻ സാധ്യത. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകും, അതൊക്കെ പ്രകാശ് തന്നെ അവസാനം നമ്മൾ നേരത്തെ നമ്മൾ തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞങ്ങ് വിട്ടു. തൃശ്ശൂർ കാരണം ലൈവായിട്ട് തന്നെ ഈ കരുവന്നൂർ ഇഷ്യൂവിൽ പിന്നെ വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം. മോദി കഴിഞ്ഞ ദിവസം വന്ന് അവിടെ മോദി തന്നെ പരാമർശിച്ചു. ഈ ദിവസം ഉൾപ്പെടെ മുഖ്യമന്ത്രി അവിടെ ഇതിൽ പ്രതികരിക്കുന്നു. കോടതി നടപടികൾ ഉണ്ടാകുന്നു, എൻഫോഴ്സ്മെന്റ് വരുന്നു. അപ്പൊ ഇത് എന്ത് സ്വാധീനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ? അല്ല, തൃശ്ശൂരിനെ സംബന്ധിച്ചോ അതല്ല, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഇൻക്ലൂഡിങ് ഒരു വലിയ പരിധിവരെ ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ടുള്ള കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര പ്രദേശത്ത് പോലും ഈ കരുവന്നൂർ ബാങ്ക് മാത്രമല്ല, കരുവന്നൂർ മാതൃകയിലുള്ള സമാന്തരമായ തട്ടിപ്പുകൾ ഈ ജില്ലയിൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. അതൊരു വലിയ വിഷയമാണ്. അത് ചിലപ്പോൾ പുറമേക്ക് ആ രീതിയിൽ സർഫേസ് ചെയ്യില്ല, ആളുകൾ തുറന്ന് പറഞ്ഞൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഈ സാധനം നീറി കിടപ്പുണ്ട്. കാശ് പോയ ആൾക്കാർ അംബാനിയോ അദാനിയോ ഒന്നും അല്ലല്ലോ, ശരിയാണ്, വെറും സാധാരണക്കാരാണ്. സാധാരണ എത്ര വലിയ തട്ടിപ്പ് സോളാർ ഇടപാടിലൊക്കെ കാശ് പോയ ആൾക്കാർ മിക്കവാറും കള്ളപ്പണക്കാരാണ്. അവർക്ക് പുറത്തു പറയാൻ പറ്റില്ല. സോളാർ ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് നിൽക്കുന്ന പോലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഉമ്മൻചാണ്ടി എപ്പോഴും പറയില്ലേ, സർക്കാരിൻ്റെ 5 പൈസ നഷ്ടപ്പെട്ടില്ല. അത് ശരിയാണ്, സർക്കാരിൻ്റെ കാശല്ല, സ്വകാര്യ വ്യക്തികളുടെ കാശ് പോയത്. പരാതിക്കാരും വളരെ കുറവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാരും കള്ളപ്പണമാണ് സോളാറിൽ നിക്ഷേപിച്ചത്. ഇതങ്ങനെ കള്ളപ്പണമല്ലേ, സാധാരണക്കാരുടെ പൈസയാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും കിട്ടിയ പൈസ, അല്ലെങ്കിൽ മിച്ചം പിടിച്ച പൈസ, പെൺമക്കളെ കെട്ടിക്കാൻ പറ്റിയ കാശ്, ഇതൊക്കെയാണ്. വയസ്സുകാലത്ത് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ പറ്റിയ പൈസ, ഇതൊക്കെ പോയ ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾ തന്നെ നിരപരാധികളാണ്. കാരണം വെച്ചാൽ അവർ കമ്മിറ്റി മെമ്പർമാരായിരുന്നു എന്ന കുറ്റത്തിന് പ്രതികളാക്കപ്പെട്ടു, ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കും. അവർ തിരിച്ചു വരുമ്പോൾ പാർട്ടിയെക്കുറിച്ച് അത്ര പോസിറ്റീവായിട്ടല്ല പറയുക. അപ്പോൾ അതൊരു വിഷയമായിട്ട് നിൽക്കുന്നു. അതിൽ ഒരു CPM ഒരു വലിയ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരെയൊക്കെ വെച്ചേക്കുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെയാണ്. സഖാവ് MK കണ്ണനാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയല്ലേ. അവരുടെ സുനിൽകുമാർ വളരെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂർ LDFന് നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല ജനസ്വീകാര്യതയുള്ള ആളാണ്. ഒരു അഴിമതിയിലോ ആരോപണത്തിലോ പെട്ടുള്ള ആളല്ല. 3 തവണ MLA ആയിരുന്നു. ഏതിലും ഇടിച്ചു കയറുന്ന സ്ഥാനാർത്ഥിയാണ്. അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പോഴും ഈ ഇതിങ്ങനെ ഒരു ഇതായിട്ട് കിടക്കുകയാണ്, ഒരു ചീത്തപ്പേരായിട്ട്. ഈ കണ്ണനെ പോലെ ബിജുവിനെ പോലെ അപ്പോൾ ഇങ്ങനെ ദിവസവും ഇന്നോ നാളെയോ ജയിലിലേക്കെന്ന് വിചാരിച്ചു ഒരു കാലം ജയിലിലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രചാരകരായിട്ട് നിൽക്കുന്നത്. അതും പോട്ടെ, അതിനുപരി ഇത് ഇടിക്കെതിരായിട്ട് ഇവർ ജാഥ നടത്തുന്നു, കേന്ദ്രത്തിൻ്റെ അട്ടിമറിയാണെന്ന് പറയുന്നു. ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ചിലപ്പോൾ രാഷ്ട്രീയ പ്രതികാരമായിരിക്കും, ഇല്ലേ? ആയിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഇത് 100 കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ സഹകരണ രജിസ്ട്രാറിനെ കണ്ടെത്തിയ കേസാണ്. അതിൽ നമുക്ക് ED കുറ്റം പറയാൻ പറ്റും. ഇതാണ് പ്രശ്നം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അല്ല, ഇത് ഏറ്റവും അവസാനം ഉണ്ടായ ഒന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചൂടായതല്ലേ. അതല്ല, പിന്നെ ഈ കണ്ടെടുത്ത പണം തിരിച്ചു കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന് ED കോടതിയിൽ പറയുക എന്ന് പറയുന്നത് അതൊക്കെ രാഷ്ട്രീയമായ ഇത് അത്
പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, എൻഫോഴ്സ്മെൻറ്റ് കണ്ടെടുത്ത പണം തിരിച്ചു പിടിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കും, അവരുടെ വീടും പറമ്പും ജപ്തി ചെയ്ത് പൈസ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പ്രാവർത്തികമാണെന്നുള്ള വേറെ കാര്യമാണ്. അത് നഷ്ടപ്പെട്ട ആളുകൾക്ക് പൈസ ഇവരുടെ വീടും പറമ്പും ജപ്തി ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞാൽ, പക്ഷെ ഇത് പിന്നെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിക്ക് എത്രത്തോളം അത് സുരേഷ് ഗോപിക്കും മുരളീധരനും ഒരുപോലെ സഹായകരമായ ഒരു, അത് ഈ കരുവന്നൂർ ബാങ്ക് എന്നുള്ളൊരു വലിയ വിഷയമാണ്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം സുരേഷ് ഗോപി, ഏറ്റവും വലിയ വിഷയം കരുവന്നൂർ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ സാർ നേരത്തെ പറഞ്ഞ പണാധിപത്യത്തെക്കുറിച്ച് പറയും, തൃശ്ശൂരിലും തിരുവനന്തപുരം. അപ്പോൾ തൃശ്ശൂരിലെ കാര്യം തന്നെ നമുക്കിപ്പോൾ നോക്കാം. തൃശ്ശൂരിലെ പണാധിപത്യം അത് എങ്ങനെയായിരിക്കും റിസൾട്ടിനെ? തൃശ്ശൂരിൽ പണാധിപത്യം എന്ന് പറഞ്ഞാൽ 3 സ്ഥാനാർത്ഥികളും നല്ലപോലെ പൈസ ചിലവാക്കുന്നുണ്ട്. മുരളീധരനാണ് താരതമ്യേന കുറച്ച് പിന്നോക്കം എന്ന് പറയാം. പക്ഷേ കോൺഗ്രസിന് അതിൻ്റെ പരമ്പരാഗത വോട്ട് ബേസുകളും പിന്നെ മുരളീധരൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മറിച്ച് BJPക്കോ മറ്റേ CPMനോ, ഇപ്പോൾ തൃശ്ശൂർ CPI ആയതിൻ്റെ ഒരു പരാധീനത ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വലിയ ഒരു ഇത് തോന്നുന്നില്ല. സുരേഷ് ഗോപി ആദ്യം മുതലേ തൃശ്ശൂർ, ആദ്യം മുതലെന്ന് വെച്ചാൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അവിടെ ഇങ്ങനെ ശക്തമായിട്ടുണ്ട്. പിന്നെ കരുവന്നൂർ വിഷയത്തിൽ അദ്ദേഹം ഒരു പദയാത്ര നടത്തി കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക്. അതൊക്കെ ഒരു വലിയ ഓളമുണ്ടാക്കിയതാണ്. പിന്നെ നരേന്ദ്രമോദി നിരന്തരമായിട്ട് വരുന്നു. പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നം വോട്ട് ട്രാൻസ്ഫർ ചെയ്യൂ എന്നുള്ളതാണ്. അതാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തുള്ള ഒരു അടിസ്ഥാന ഘടകം ത്രികോണ മത്സരം വളരെ മൂർധന്യത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ ജയിച്ചേക്കാം എന്ന് ട്രെൻഡ് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് മറ്റേ സ്ഥാനാർത്ഥിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള സാധ്യത. അത് പ്രത്യേകിച്ചും മൂന്നാം സ്ഥാനത്ത് വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, അല്ല LDF സ്ഥാനാർത്ഥിയാണെങ്കിൽ മറ്റേ കോൺഗ്രസിലേക്ക് പോകും. കോൺഗ്രസിൻ്റെ വോട്ട് LDFിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ വലിയ മത്സരം നടക്കുന്നു. സുനിൽകുമാർ ജയിക്കുമെന്ന ട്രെൻഡ്, സുനിൽകുമാർ സുരേഷ് ഗോപി തമ്മിലുള്ള വലിയ ടഗ് ഓഫ് വാർ വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് സുനിൽകുമാറിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ മുസ്ലിം വോട്ട് 14% മുസ്ലിങ്ങളുണ്ട്. അതിൽ നല്ലൊരു ഭാഗം കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുമാണ്. അവർ സംഘടിച്ചിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത അവിടെയുണ്ട്. പിന്നെ LDFിൻ്റെ വോട്ട് ഇനി മറിച്ച് മുരളീധരനാണ് വലിയ ഫൈറ്റായിട്ട് വരുന്നത്. മുരളിയും സുരേഷ് ഗോപിയും തമ്മിലാണ് ഫൈറ്റെങ്കിൽ ഈ പറഞ്ഞ പോലെ CPMൻ്റെ വോട്ട് അതിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഈ അടിയൊഴുക്കുകളാണ് ഈ ഘട്ടത്തിൽ വരും. അതൊന്നും സർവേയിൽ കാണില്ല. വോട്ട് മാറ്റി ചെയ്യുന്നത് സർവേയിൽ നോക്കിയാൽ കാണില്ല. കഴിഞ്ഞ ദിവസം ഉദാഹരണത്തിന് വടകരയിൽ നമ്മൾ സർവേ നടത്തുമ്പോൾ കള്ളവോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് സർവേയിൽ കാണുമല്ലോ. കള്ളവോട്ട് നടക്കുകയും ചെയ്യും, നല്ലപോലെ ഭംഗിയായിട്ട് നടക്കും. കഴിഞ്ഞ അവിടെയൊക്കെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചാൽ കള്ളവോട്ട് ചെയ്യാൻ പോയ സഖാക്കൾ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത സ്ഥലമാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. കള്ളവോട്ട് ചെയ്യാൻ പോയ ആൾക്കാർ വോട്ട് മാറ്റി ചെയ്യാനെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ വോട്ടും പോകും, കള്ളവോട്ടും പോകും. തൃശ്ശൂർ നോക്കുമ്പോൾ ഇപ്പം നിലവിലെ ട്രെൻഡ് അനുസരിച്ച് സുരേഷ് ഗോപി അല്ലെങ്കിൽ മുരളീധരൻ അല്ല, തൃശ്ശൂര് 3 സ്ഥാനാർത്ഥികളും തുല്യ നിലയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആർക്ക് വേണമെങ്കിലും ഇത് നോമാൻസ് ഗെയിമാണ്. അപ്പോൾ ഈ BJP ക്യാമ്പുകളിൽ ആത്മവിശ്വാസക്കുറവ് എന്നുള്ള അതൊക്കെ പുറമേക്കുള്ള വെറും ട്രെൻഡുകളാണ്. പുറമേയുള്ള യാതൊരു ആത്മവിശ്വാസക്കുറവില്ല. പുള്ളി ഇങ്ങനെ ഒരു മതയാനയെ പോലെ പേഴ്സണലായിട്ട് തന്നെ BJP സംവിധാനത്തെക്കാൾ കൂടുതലായിട്ട് വ്യക്തിപരമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രചരണം നടക്കുന്നത്. BJPയുടെ സംവിധാനം മറുഭാഗത്തുണ്ട്. ആളുകളുടെ ഇടയിൽ വലിയൊരു ആവേശം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഒരു സിനിമാ നടൻ എന്നുള്ളതൊക്കെ ഈവൻ മുസ്ലിം വോട്ടുകളിൽ പോലും ഒരു പരിധിവരെ പുള്ളിക്ക് കടന്നു കയറാൻ പറ്റും. കാരണം പുള്ളി അങ്ങനെ സാക്ഷാൽ BJPക്കാരനല്ലല്ലോ. കേരളത്തിൽ വേറെ ഒരു BJP സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ഒരു സ്വീകാര്യത ഒരു ജനകീയനായിട്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ട്രെൻഡ് അതുപോലെ തന്നെ അഭിപ്രായ സർവേകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ശരിയാകാം? സാധാരണക്കാരുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. ഇനിയുമുണ്ട് കുറച്ച് മണ്ഡലങ്ങൾ കൂടി നമുക്ക് ആഴത്തിൽ പരിശോധിക്കാൻ. വാസ്തവത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഏതെങ്കിലും മണ്ഡലത്തിൻ്റെ ട്രെൻഡിനെ അത് മാറ്റിമറിക്കുമോ? അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കർ, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി, ഇരുവർക്കും നന്ദി, നമസ്കാരം.